ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന കടുത്ത സ്വാർത്ഥത സൃഷ്ടിക്കുന്നത് സ്വന്തം രക്തബന്ധങ്ങളുടെ ശവപ്പറമ്പാണ്. മനുഷ്യനെ വെറുമൊരു വേട്ടമൃഗമാക്കുമ്പോൾ അവിടെ മാതൃത്വവും പിതൃത്വവും വെറും തടസ്സങ്ങൾ മാത്രമായി മാറുന്നു. കൃത്യമായ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി സ്കെച്ചും പ്ലാനും തയ്യാറാക്കി നടത്തിയ നിഷ്ഠുരമായ കൊലപാതകം നാടിനെ നടുക്കിയത് അത് ആര് ചെയ്തു എന്ന ഉത്തരം എത്തിയപ്പോഴാണ്. മറ്റുള്ളവർ എന്നാൽ നരകമാണ്. ഷീൻ പോൾ സാർത്ര പറഞ്ഞതാണ്. സ്വന്തം ആളുകളെ പോലും തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും മുന്നിലെ തടസ്സങ്ങളായി കാണുന്ന ഈഗോയിസ്റ്റിക് ഹെഡോണിസ്റ്റിക് ഫിലോസഫി ചില നിഷ്ഠൂര കൊലപാതകങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിലെ സ്വാർത്ഥ സുഖഭോഗ തത്വശാസ്ത്രം തെളിഞ്ഞു വരുന്നത്. അസാധാരണമായ, കേട്ടാൽ മനസ്സ് തകർന്നു പോകുന്ന ഒരു കൊലപാതകവും അസാധാരണമായ അന്വേഷണവും. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ചരിത്രമുറങ്ങുന്ന ആ നഗരവീഥികളിൽ പെട്ടെന്നാണ് ഒരു കരിനിഴൽ വീണത്. ശാന്തമായിരുന്ന അന്തരീക്ഷത്തെ കീറിമുറിച്ച് ഒരു വൻ ശബ്ദം മുഴങ്ങി. പിങ്ക് സിറ്റിയുടെ ഹൃദയത്തിലേക്ക് ചോരയുടെ കടും ചുവപ്പ് പടർന്ന ആ നിമിഷം. അതിവേഗം പാഞ്ഞു വന്ന ഒരു വലിയ കാറാണ് ആ സ്ത്രീ ഓടിച്ചിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറിയത്. ഒറ്റ നോട്ടത്തിൽ അത് കണ്ടവരുണ്ട്. അതൊരു സ്കോർപിയോ കാറായിരുന്നു. ഓടിക്കൂടിയവർ പറയുന്നുണ്ടായിരുന്നു. രാംലീല മൈതാനത്തിന് സമീപമുള്ള റോഡിൽ വെച്ചായിരുന്നു ആ അപകടം സംഭവിച്ചത്. പുറകിൽ നിന്നും അമിത വേഗതയിലെത്തിയ ഒരു വെളുത്ത സ്കോർപിയോ കാറാണ് ആ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയത്. വണ്ടി ഇടിച്ചപ്പോൾ തന്നെ സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്ത്രീ റോഡിലേക്ക് വീണു. പക്ഷേ ഇടിച്ച വാഹനം നിമിഷ നേരം കൊണ്ട് ആ ശരീരത്തിന് മുകളിലൂടെ കയറിയിറങ്ങി. അപകടം നടന്നതിനു പിന്നാലെ വഴിയാത്രക്കാരും പ്രദേശവാസികളും അവിടേക്ക് ഓടിക്കൂടി. വാഹനം ഇടിക്കുന്നതിൻ്റെയും സ്ത്രീ നിലവിളിക്കുന്നതിൻ്റെയും വലിയ ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. പക്ഷെ ആളുകൾ എത്തുമ്പോഴേക്കും സ്കൂട്ടർ യാത്രിക സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. അപകടമുണ്ടാക്കിയ ശേഷം കാറ് നിർത്താതെ ഓടിച്ചുപോയി. ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടാകണം ആ ഡ്രൈവർ വാഹനം അതിവേഗതയിൽ മുന്നോട്ടെടുത്തത്. പ്രദേശവാസികൾ നൽകിയ വിവരമനുസരിച്ച് പോലീസ് പെട്രോളിംഗ് ടീം സ്ഥലത്തെത്തി. ഒറ്റ നോട്ടത്തിൽ ഹിറ്റ് ആൻഡ് റൺ കേസാണ്. സ്കൂട്ടർ ഓടിച്ചു വന്നയാളുടെ മരണം ഉറപ്പിക്കാനായി. ഇടിയുടെ ആഘാതത്തിൽ ഏകദേശം 100 അടി ദൂരേക്ക് അവർ തെറിച്ചു വീണിരുന്നു. വൈകാതെ പ്രതാപ് നഗർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഹിറ്റ് ആൻഡ് റൺ കേസായതിനാൽ പോലീസ് വേഗം തന്നെ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു. സ്കൂട്ടറിൽ വിശദമായ പരിശോധന നടത്തി. സ്കൂട്ടറിനുള്ളിലെ ബാഗിൽ നിന്ന് ലഭിച്ച രേഖകളും സ്കൂട്ടറിന്റെ രജിസ്ട്രേഷൻ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചയാളിന്റെ പേരും വിവരങ്ങളും പോലീസിന് ശേഖരിക്കാനായത്. നീരജ് ശർമ്മ, വയസ്സ് 45, LD ക്ലർക്ക്, ജയ്പൂർ ജില്ലാ കോടതി, രവീന്ദ്രനഗർ, ജയ്പൂർ, രാജസ്ഥാൻ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നീരജ് ശർമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 2026 ജൂലൈ 3 വെള്ളിയാഴ്ച രാവിലെ 8:15 സെക്ടർ 22 പ്രതാപ് നഗർ, ജയ്പൂർ, രാജസ്ഥാൻ. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂർ പിങ്ക് സിറ്റി എന്ന പേരിൽ പൈതൃകം പേറുന്ന ഭംഗിയുള്ള നഗരം. ജയ്പൂർ 1727 മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് നിർമ്മിച്ചത്. ചരിത്രപ്രസിദ്ധമായ കോട്ടകളും കൊട്ടാരങ്ങളും പാരമ്പര്യ തനിമയും നിറഞ്ഞ ജയ്പൂർ നഗരം ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. അംബർ ഫോർട്ട്, ഹവാമഹൽ, ജന്തർ മന്ദർ, സിറ്റി പാലസ്, നഹർഗാർ കോട്ട തുടങ്ങി
ഒട്ടനവധി പൈതൃക കേന്ദ്രങ്ങളാൽ സമ്പന്നമാണ് ജയ്പൂർ നഗരം. പരമ്പരാഗത രാജസ്ഥാൻ മുഗൾ വാസ്തുവിദ്യകളുടെ മനോഹരമായ സംയോജനം ജയ്പൂരിലെ കൊട്ടാരങ്ങളിലും കോട്ടകളിലും ഇന്നും കാണാൻ സാധിക്കും. ജയ്പൂരിലെ പ്രതാപ് നഗറിലുള്ള കോച്ചിംഗ് സെന്ററിൽ മകനെ കൊണ്ടുവിടാൻ എത്തിയതാണ് ജയ്പൂർ ജില്ലാ കോടതിയിൽ ക്ലർക്കായ നീരജ് ശർമ്മ. അമ്മയോടൊപ്പമാണ് എന്നും രാവിലെ കോച്ചിംഗ് സെന്ററിലേക്ക് ആ 15-കാരനായ മകൻ വന്നിരുന്നത്. ഭിന്നശേഷിക്കാരനായതിനാൽ 15-കാരനെ വലിയ ശ്രദ്ധയോടെയാണ് അമ്മ നീരജ് ശർമ്മ സ്കൂട്ടറിൽ കൊണ്ടുപോയിരുന്നത്. മകനെ കോച്ചിംഗ് സെന്ററിലാക്കി പതിവ് പോലെ മടങ്ങുകയായിരുന്നു നീരജ്. തിരികെ വീട്ടിലെത്തി 11 മണിയോടെ കോടതിയിലെത്തണം. വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രതാപ് നഗർ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. തുടക്കത്തിൽ വണ്ടി നിർത്താതെ പോയതുകൊണ്ട് ഇതൊരു സാധാരണ റോഡ് അപകടം എന്ന രീതിയിലാണ് പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ നിന്നും അപകടം കണ്ട പ്രദേശവാസികളിൽ നിന്നും കാറിന് കടന്നുപോകാൻ റോഡിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് പോലീസിന് ദുരൂഹത മണത്തത്. മാത്രമല്ല, കൂടുതൽ പരിശോധനകളിൽ സ്കൂട്ടറിലേക്ക് വണ്ടി മനഃപൂർവ്വം ഓടിച്ചു കയറ്റിയതാണെന്ന് CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്താനും കഴിഞ്ഞു. സ്കോർപിയോ കാർ അപ്പോൾ ഓടിയിരുന്നത് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലായിരുന്നു. അതേ വേഗതയിൽ തന്നെയാണ് ആ സ്കോർപിയോ നീരജ് ശർമ്മ ഓടിച്ചിരുന്ന സ്കൂട്ടറിലേക്കും ഇടിച്ചു കയറ്റിയത്. നീരജ് ശർമ്മയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഒട്ടും വേഗത കുറയ്ക്കാതെ അവിടെ നിന്നും അതിവേഗത്തിൽ ഓടിച്ചു പോയതായും CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. പോലീസിന് ആ ദൃശ്യങ്ങളുടെ വിശകലനത്തിൽ നിന്ന് സ്വാഭാവികമായ ചില സംശയങ്ങളുണ്ടായി. നടന്നിരിക്കുന്നത് ഒരു സാധാരണ അപകടമല്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ മറ്റോ ആണെങ്കിൽ വേഗത കൂടുക സ്വാഭാവികമാണ്. പക്ഷേ അപകടശേഷവും വണ്ടി നിർത്താതിരിക്കുക എന്നതും അതേ വേഗത നിലനിർത്തിയതും കൊണ്ട് ആ സാധ്യത തള്ളിക്കളയാനും കഴിയും. പക്ഷേ അതൊരു കൊലപാതകമാണോ എന്നുറപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ആസൂത്രിതമായ കൊലപാതകമാണ് അതെന്ന നിഗമനത്തിൽ ആ സംശയം ദൂരീകരിക്കാനുള്ള അന്വേഷണം നടത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു. ജയ്പൂർ ജില്ലാ കോടതിയിലെ LD ക്ലർക്കാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന നീരജ് ശർമ്മ. കോടതി ജീവനക്കാരിയായതിനാൽ തന്നെ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മതിയായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കോടതി ജീവനക്കാരിയായതിനാൽ ഏതെങ്കിലും ശത്രുക്കൾ നീരജിനുണ്ടോ എന്നാണ് പോലീസ് ആദ്യം തിരക്കിയത്. എന്നാൽ നീരജ് ജോലിക്ക് കയറിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനാൽ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട ശത്രുക്കളല്ല അപകടത്തിനു പിന്നിലെന്ന് വ്യക്തം. പോലീസ് പിന്നെ അന്വേഷിച്ചത് മൊബൈൽ ഫോണുകളുടെ പ്രവർത്തനമാണ്. അപകടം നടന്ന സമയത്ത് പ്രദേശത്ത് ഉണ്ടായിരുന്ന ആക്റ്റീവായിരുന്ന മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അപകടം നടന്ന സമയത്ത് സംഭവസ്ഥലത്തെ മൊബൈൽ ടവറുകളുടെ പരിധിയിൽ സജീവമായിരുന്ന ഫോൺ നമ്പറുകളുടെ ഡംപ് ഡാറ്റയാണ് പോലീസ് ആദ്യം ശേഖരിച്ചത്. നീരജ് ശർമ്മയുടെ ഫോൺ GPS മാപ്പിംഗും നടത്തി. നീരജ് ശർമ്മ മകനെ കോച്ചിംഗ് സെന്ററിൽ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലുടനീളം ചില പ്രത്യേക നമ്പറുകൾ അവരെ നിരന്തരമായി പിന്തുടരുന്നതായി ഈ മാപ്പിംഗിൽ നിന്നും മനസ്സിലായി. ആ നമ്പറുകളിൽ ചിലത് പരസ്പരം ബന്ധപ്പെടുന്നതായും മാപ്പിംഗിൽ തെളിഞ്ഞു. നീരജിനെ പിന്തുടർന്ന സംശയാസ്പദമായ നമ്പറുകളുടെ കോൾ റെക്കോർഡുകൾ ഉടൻ തന്നെ ശേഖരിച്ചു. പിന്നെ ഡേറ്റ അനാലിസിസ്. ആ ഫലം പോലീസിനെ എത്തിച്ചത് നിർണായകമായ ചില വിവരങ്ങളിലേക്കായിരുന്നു. അതെ, നീരജ് ശർമ്മ ഹിറ്റ് ആൻഡ് റൺ ഒരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്ന വിവരങ്ങൾ. കേസ് വൻ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു.
ആരാണ് നീരജ് ശർമ്മയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ആരുടെ മാസ്റ്റർ ബ്രെയിനാണ് ആ കൊടും പാതകത്തിനു പിന്നിൽ? പോലീസിന് ആദ്യം മുതൽ തോന്നിയ സംശയം കൂടുതൽ ബലപ്പെട്ടു. പക്ഷേ അതങ്ങനെ ആകരുതേ എന്ന് കൂട്ടത്തിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകുമെന്നുറപ്പ്. നീരജിനെ പിന്തുടർന്ന സംശയാസ്പദമായ നമ്പറുകളുടെ കോൾ റെക്കോർഡുകൾ തേടിയുള്ള അന്വേഷണം ചെന്നെത്തിയത് ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിലേക്കാണ്. ഭരത്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏത് ക്രൂരകൃത്യങ്ങളും ചെയ്യുന്ന ഒരു ഗ്യാങ്. അതിന്റെ തലവനിലേക്ക് തന്നെയായിരുന്നു ആദ്യ ലീഡും. ഹേമന്ത് ശർമ്മ, ഭരത്പൂർ സ്വദേശി. ഭരത്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ തലവനായിരുന്നു ഹേമന്ത് ശർമ്മ. എന്തിനും പോന്ന യുവാക്കളടങ്ങിയതായിരുന്നു ഹേമന്ത് ശർമ്മയുടെ കൊട്ടേഷൻ സംഘം. ഹേമന്ത് ശർമ്മയുടെയും കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളുടെയും നമ്പറുകളിലേക്ക് അപകടം നടന്ന ജൂലൈ 3 രാവിലെ 8 മണിക്കും 9 മണിക്കുമിടയിൽ ഒരു പ്രത്യേക നമ്പറിൽ നിന്ന് കോളുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഈ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയി. ലഭ്യമായ പല പല വിവരങ്ങൾ, ചില തെളിവുകൾ എല്ലാം ഒന്ന് കോർത്തു വരുന്നതിനിടെയാണ് സ്കൂട്ടറിനെ ഇടിച്ച വെള്ള നിറത്തിലുള്ള സ്കോർപിയോ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകടത്തിനു ശേഷം കാറ് വഴിയിൽ ഉപേക്ഷിച്ച് അതിലുള്ളവർ കടന്നു കളഞ്ഞിരിക്കുന്നു. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സ്കോർപിയോ കാർ വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തി. ജയ്പൂരിലെ ഒരു ട്രാവൽസിൽ നിന്നാണ് അപകടമുണ്ടാക്കിയവർ സ്കോർപിയോ വാടകയ്ക്കെടുത്തത്. വൈകാതെ വാഹനം വാടകയ്ക്കെടുത്തവർ ഹേമന്ത് ശർമ്മയുടെ കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതോടെ ഹിറ്റ് ആൻഡ് റൺ കേസ് കൊട്ടേഷൻ കൊലപാതക കേസായി മാറുകയായിരുന്നു. ഹേമന്ത് ശർമ്മയുടെ ഫോണിലേക്കെത്തിയ ഫോൺ കോളുകളുടെ ആ ഒരു ഉറവിടം അത് പോലീസ് കണ്ടെത്തി. ബൽറാം എന്നയാളിൻ്റെതായിരുന്നു ആ കോളുകൾ. കൊല്ലപ്പെട്ട നീരജ് ശർമ്മയുടെ ഭർത്താവ് വിജയ് ശർമ്മയുടെ സഹോദരന്റെ മകനാണ് ബൽറാം. ബൽറാമിനെ പൊക്കണം. പോലീസ് ബൽറാമിനായി അന്വേഷണം ഊർജിതമാക്കി. പക്ഷേ അയാൾ എവിടേക്കോ മറഞ്ഞിരിക്കുന്നു. ഹിറ്റ് ആൻഡ് റൺ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ ഒളിവിൽ പോയതാകാമെന്ന് പോലീസ് ഊഹിച്ചു. കേസിനെ കുറിച്ചുള്ള ആദ്യ ഊഹം തെറ്റിയില്ല. നീരജിന് പുറത്തു ശത്രുക്കളില്ല. കോടതി കേസുകളുമായി ബന്ധപ്പെട്ടും പറയത്തക്ക ശത്രുതകളില്ല. കുടുംബത്തിലാണെന്ന് വെറുതെ ഒന്ന് സംശയിച്ചു. അതിപ്പോൾ ശരിയാകുന്നു. പക്ഷെ എന്തിന് എന്ന ചോദ്യം പോലീസിന് സോൾവ് ചെയ്യണമായിരുന്നു. നീരജ് ശർമ്മയുടെ കുടുംബം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പോലീസ് ഉറപ്പിച്ചു. അതിനായി ബന്ധുക്കളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഭർത്താവും മക്കളുമടങ്ങുന്ന സന്തുഷ്ടമായ കുടുംബമായിരുന്നു നീരജിൻ്റേത്. ഭർത്താവ് വിജയ് കുമാർ ശർമ്മ ജയ്പൂർ കോടതിയിലെ കോർട്ട് മാസ്റ്ററായിരുന്നു. മകൾ ആയുഷി LLB അവസാന വർഷ വിദ്യാർത്ഥിനി. 15-കാരനായ ഇളയ മകൻ ഭിന്നശേഷിക്കാരനായതിനാൽ നീരജും വിജയകുമാറും മകന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. 2025 ഏപ്രിൽ നീണ്ട നാളത്തെ അസുഖത്തെ തുടർന്ന് ഭർത്താവ് വിജയകുമാർ മരിച്ചതോടെ ആ ജോലി ആശ്രിത നിയമനം എന്ന നിലയിൽ നീരജ് ശർമ്മയ്ക്ക് ലഭിച്ചു. പിതാവ് മരിച്ചതോടെ ലഭിച്ച ആശ്രിത ജോലി തനിക്കു വേണമെന്ന ആവശ്യം മകൾ ആയുഷി മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ പേരിൽ വാശിയിലായി ആയുഷി. എന്നാൽ നിയമപരമായി ഭാര്യയ്ക്കായിരുന്നു അവകാശമെന്നതിനാൽ ജോലി വിട്ടു നൽകാൻ നീരജ് തയ്യാറായില്ല. ഇതേ തുടർന്ന് വീട്ടിൽ വലിയ തർക്കം നടന്നിരുന്നു. പോലീസ് അന്വേഷിക്കുന്ന ബൽറാം ഈ വീടുമായി എങ്ങനെയായിരുന്നു? അയാൾക്ക് നീരജുമായി ശത്രുത എന്തെങ്കിലുമുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറെ കൂടി ആഴത്തിലുള്ളതാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. നീരജിന്റെ മകൾ ആരുഷി
ആ വീട്ടിൽ നിന്നും അതിനോടകം മാറി താമസിക്കുകയായിരുന്നു. വളരെ സങ്കീർണമായ ഒരു ബന്ധമാണ് ആ നിലയിൽ ആരുഷിയെ വീടുമാറാൻ പ്രേരിപ്പിച്ചത്. പിതാവിന്റെ സഹോദരന്റെ മകനായ ബൽറാമുമായി ആരുഷിക്ക് പ്രണയബന്ധമായിരുന്നു. സഹോദര സ്ഥാനത്തുള്ള ബൽറാമുമായുള്ള അടുപ്പം നീരജ് എതിർക്കുകയും ചെയ്തു. ജ്യേഷ്ഠന്റെ മകനുമായുള്ള ആയുഷിയുടെ പ്രണയബന്ധം കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുമെന്ന് നീരജ് പറഞ്ഞിരുന്നു. വൈകാതെ ആയുഷി വീട് വിട്ടിറങ്ങുകയും ബൽറാമിന്റെ കൂടെ പിതാവിന്റെ ജ്യേഷ്ഠനായ മോഹൻ സ്വരൂപ് ശർമ്മയുടെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. വൈകാതെ ആരുഷിയും ബൽറാമും ലിവിംഗ് റിലേഷൻഷിപ്പിലുമായി. അന്വേഷണം ആയുഷി ശർമ്മയിലേക്കും കാമുകനായ ബൽറാമിലേക്കും കേന്ദ്രീകരിക്കാൻ പോലീസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആയുഷിയുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞെട്ടിക്കുന്നതായിരുന്നു അതിലെ വിവരങ്ങൾ. അമ്മയെ വധിക്കാനുള്ള കൊലപാതക പദ്ധതി രൂപീകരിച്ചതും കൊട്ടേഷൻ തുകയായ 7 ലക്ഷം രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യ ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും ആയുഷിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചു. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി ചില നിർണായക വാട്സപ്പ് സന്ദേശങ്ങൾ ഇവർ ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ഇവയെല്ലാം വീണ്ടെടുത്തു. ആയുഷിയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പുകൾ പോലീസ് പരിശോധിച്ചു. കൊട്ടേഷൻ സംഘത്തിന് പണം കൈമാറിയതിൻ്റെയും പരസ്പരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെയും കൃത്യമായ ഡിജിറ്റൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. CCTV ദൃശ്യങ്ങൾക്കൊപ്പം ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ കൂടിയായതോടെ ആയുഷിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകാതെ പോലീസിന് മുന്നിൽ ആയുഷിക്ക് ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. ആയുഷിയുടെ വല്യച്ഛനും ബൽറാമിന്റെ പിതാവുമായ മോഹനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന്റെ വിവരം പ്രതികൾ ഓരോന്നായി പോലീസിനോട് വെളിപ്പെടുത്തി. സ്വന്തം അമ്മയെ വധിക്കാൻ കൊട്ടേഷൻ കൊടുത്ത മകൾ എന്തിനായിരിക്കും ആ കൊടുംപാതകം അവൾ നടപ്പാക്കിയത്? ഇനി ആയുഷിയുടെ ടേണാണ്. സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന സത്യം ആയുഷി എന്ന നിയമ വിദ്യാർത്ഥിനി തുറന്നു പറയണം. അത് ഒരു പ്രണയത്തിന് എതിരെ നിന്നു എന്നതുകൊണ്ട് മാത്രം നടത്തിയതാണോ, അതോ പണത്തോടുള്ള അത്യാർത്തിയാണോ? തീരുമാനം ആയുഷി ഒറ്റയ്ക്കെടുത്തതാണോ, അതോ അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ആയുഷി ശർമ്മ, വയസ്സ് 23, LLB വിദ്യാർത്ഥിനി, രവീന്ദ്രനഗർ, ജയ്പൂർ, രാജസ്ഥാൻ. പോലീസിന് മുന്നിൽ ആയുഷി തന്റെ വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി നിരത്തി. തന്റെ ക്രൂരകൃത്യത്തിനുള്ള ഒരു ശരാശരി ക്രിമിനലിന്റെ ന്യായീകരണങ്ങളിൽ തന്നെയാണ് ആയുഷി ആദ്യം ഉറച്ചു നിന്നത്. പിതാവിന്റെ മരണശേഷം ലഭിക്കുന്ന ജോലി സംബന്ധിച്ച തർക്കം മാത്രമായിരുന്നില്ല കൊലപാതകത്തിലേക്ക് ആയുഷിയെ നയിച്ചതെന്നായിരുന്നു ഒരു വാദം. 15 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനായ അനുജനോട് മാതാപിതാക്കൾ കാണിച്ച അമിത വാത്സല്യം തന്റെ ഉള്ളിൽ പക വളർത്തുകയായിരുന്നുവെന്ന് ആയുഷി അവകാശപ്പെടുന്നു. പലപ്പോഴും താൻ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നതായി തോന്നിയിരുന്നു. പിതാവിന്റെ മരണശേഷം നീരജ് ശർമ്മയും ആയുഷിയും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചു. സഹോദരനെ അമ്മ അമിതമായി സ്നേഹിച്ചിരുന്നത് ആയുഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. അതിനൊപ്പമായിരുന്നു ബലറാമുമായുള്ള ആയുഷിയുടെ പ്രണയബന്ധത്തെ നീരജ് എതിർത്തതും. അതോടെ ആയുഷിക്ക് അമ്മയോടുള്ള പക ഇരട്ടിയായി. ഇത്തരം കഥകൾ പലതു കേട്ട പോലീസിന് അതുറപ്പായിരുന്നു. ഒരു കൊടും ക്രിമിനൽ ആ ചെറുപ്പക്കാരിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ പറഞ്ഞ കുട്ടിക്കൊലപാതകികളുടെ പതിവ് കഥയല്ല. സത്യം ഇരുൾ മൂടിക്കിടപ്പുണ്ട്. ചിലപ്പോൾ സമയമെടുത്തേക്കാം. പോലീസ് അവരുടെ തന്ത്രങ്ങൾ പുറത്തെടുത്തു. ബൽറാം പിടിയിലായി എന്ന തെറ്റിദ്ധാരണ അപ്പോൾ ആയുഷിയിലുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. പോലീസിന്റെ ചോദ്യങ്ങളുടെ വല്ലാത്ത ആവർത്തനം,
ഇടവേളകളില്ലാത്ത ചോദ്യങ്ങൾ. ആയുഷി തളർന്നു തുടങ്ങി. നോക്ക്, നിന്റെ കാമുകൻ, അയാളുടെ അച്ഛൻ, അതായത് നിന്റെ വല്യച്ഛൻ, എല്ലാവരും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവർക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് ഞങ്ങൾക്കറിയാം. ആയുഷി അത് വൃത്തിയായി വെടിപ്പായി പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. ആയുഷിയുടെ തലച്ചോറ് ചോദ്യശരങ്ങളേറ്റ് മന്ദഗതിയിലായ ഘട്ടത്തിൽ പോലീസ് അവരുടെ ശബ്ദം കടുപ്പിച്ചു. ഉത്തരം ഏതാണ്ട് പോലീസിന് അറിയാമെങ്കിലും അവർക്കത് ആയുഷിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണമായിരുന്നു. എവിടെ വച്ചാണ് നിങ്ങൾ ഗൂഢാലോചന നടത്തിയത്? കൂടെയുള്ളവർ സത്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആയുഷി പറയൂ, പോലീസ് കടുപ്പിച്ചു. ബൽറാമിന്റെ വീട്ടിൽ വെച്ച്. ആയുഷിയുടെ മറുപടി. കാമുകൻ കൂടിയായ ബൽറാമിന്റെ വീട്ടിലേക്ക് താമസം മാറിയ ആയുഷി ഇവിടെ വെച്ചാണ് നീരജ് ശർമ്മയെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ബൽറാമും പിതാവ് മോഹനും ഗൂഢാലോചനയിൽ പങ്കാളിയായി. അമ്മയെ കൊല്ലണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് സ്വന്തം മകൾ ആയുഷി തന്നെ. കാമുകനെയും വല്യച്ഛനെയും അവൾ ഇതിലേക്ക് വലിച്ചിറക്കി. അതിനുള്ള ചൂണ്ട ആയുഷിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നീരജിന്റെ സ്വത്തായിരുന്നു. ഏത് സ്വത്ത്? പോലീസ് ചോദിച്ചു. അമ്മയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഏകദേശം 14 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കയ്യിൽ വരും. ആ സ്വത്ത് പകുത്തെടുക്കാമെന്ന കരാറിലാണ് മോഹൻ സ്വരൂപ് ശർമ്മയും കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളിയായത്. ഭരത്പൂരിലെ ഹൈവേക്ക് സമീപമുള്ള വിലപിടിപ്പുള്ള സ്ഥലം ബൽറാമിനും അവന്റെ അച്ഛനും നൽകാമെന്നും ജയ്പൂരിലെ വീടും അമ്മയുടെ കോടതിയിലെ സർക്കാർ ജോലിയും എനിക്കും. ബെനിഫിറ്റിന്റെ ഭാഗം വയ്ക്കലും ധാരണയും രഹസ്യ കരാറാക്കിയ ക്രിമിനൽ സംഘം തങ്ങളുടെ പണിക്കായി പ്ലാൻ തയ്യാറാക്കി. ഭരത്പൂർ സ്വദേശിയായ കൊട്ടേഷൻ സംഘത്തലവൻ ഹേമന്ത് ശർമ്മയുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. 7 ലക്ഷം രൂപയ്ക്കാണ് അമ്മയെ കൊല്ലാൻ നീരജ് ശർമ്മ കൊട്ടേഷൻ നൽകിയത്. ഹേമന്ത് ശർമ്മ കൃത്യം നടപ്പാക്കാൻ വേണ്ടി ആകാശ്, മോഹിത്, അരവിന്ദ്, രോഹിത് ജാദവ് എന്നീ 4 കൂട്ടാളികളെ കൂടി സംഘത്തിൽ ചേർത്തു. അമ്മയെ ഒരു സാധാരണ റോഡപകടത്തിൽ കൊലപ്പെടുത്താൻ LLB അവസാന വർഷ വിദ്യാർത്ഥിനിയായ ആയുഷി തന്നെയാണ് നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ പാകത്തിൽ പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി നീരജ് ശർമ്മയുടെ പതിവ് രീതികൾ കൊട്ടേഷൻ സംഘാംഗം നിരീക്ഷിച്ചു. ഭിന്നശേഷിക്കാരനായ തന്റെ അനിയൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാകാറുള്ളതിനാൽ അവൻ അപകടത്തിൽ പരിക്കേൽക്കരുത് എന്ന ആയുഷിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ അനിയനെ ട്യൂഷൻ ക്ലാസ്സിൽ വിട്ട് അമ്മ തനിയെ സ്കൂട്ടറിൽ മടങ്ങുന്ന സമയം കൃത്യമായി പ്രതികൾ നിരീക്ഷിച്ചു. ആദ്യം ഒരു ഥാർ ജീപ്പ് വാടകയ്ക്കെടുത്ത് നീരജിനെ ഇടിക്കാൻ ശ്രമിച്ചെങ്കിലും കനത്ത ട്രാഫിക് കാരണം ആ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് 1 മാസത്തോളം നീരജിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് സ്കോർപിയോ SUV ഉപയോഗിച്ച് 2ാം തവണ കൃത്യം നടപ്പാക്കിയത്. കൊലപാതകം നടന്ന ജൂലൈ 3-ന് കൊട്ടേഷൻ സംഘത്തിലെ മോഹിത് ശർമ്മ, നീരജ് ശർമ്മയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ഫോണിലൂടെ വണ്ടി ഓടിച്ചിരുന്ന രോഹിത് ജാദവിനും ഹേമന്തിനും വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. നീരജ് കൃത്യമായ സ്ഥലത്തെത്തിയപ്പോൾ സ്കോർപിയോ കാർ അതിവേഗത്തിൽ വന്ന് ഓടിച്ചു കയറ്റുകയായിരുന്നു. ഹിറ്റ് ആൻഡ് റൺ കേസായി മാറുമെന്നും പോലീസ് തേടിയെത്തിയാൽ വാഹനമോടിച്ച രോഹിത് ജാദവ് കീഴടങ്ങാനുമായിരുന്നു പദ്ധതി. പക്ഷേ കാർ ഉപയോഗിച്ച് നീരജിന്റെ ദേഹത്തുകൂടി കയറ്റിയിറക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തിയതാണ് പ്രതികൾക്ക് വിനയായത്. ഇതോടെയാണ് ഹിറ്റ് ആൻഡ് റൺ കേസ് കൊലപാതകമാകാമെന്ന സംശയം അന്വേഷണത്തിനിടെ ഉയർന്നു വന്നത്. 2026 ജൂലൈ 7 ചൊവ്വാഴ്ച ആയുഷിയുടെയും മോഹന്റെയും ഹേമന്ത് അടക്കമുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളുടെയും അറസ്റ്റ് പ്രതാപ് നഗർ പോലീസ് രേഖപ്പെടുത്തി. ആയുഷി ശർമ്മ ഉൾപ്പെടെയുള്ള പ്രതികളെ ജയ്പൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കിയത്. നീരജ് ശർമ്മ ജോലി ചെയ്തിരുന്ന അതേ കോടതിയിൽ പ്രതിയുടെ കുപ്പായവും അണിഞ്ഞ് ആയുഷി നിന്നു. പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ആയുഷി ശർമ്മയെ ജയ്പൂരിലെ ഖഡ്ഗേറ്റ് സെൻട്രൽ ജയിലിലെ വനിതാ വിഭാഗത്തിലേക്കും മറ്റു പ്രതികളെ ജയ്പൂരിലെ സെൻട്രൽ ജയിലിലേക്കും മാറ്റി. അതേസമയം ഒളിവിലുള്ള പ്രതിയും ആയുഷിയുടെ കാമുകനുമായ ബൽറാമിനായി പോലീസ് ഇപ്പോഴും ഊർജിതമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ അത് ഭയാനകമായ മറ്റൊരു കഥയുടെ തുടക്കമായിരുന്നു. നിയമം പഠിക്കുന്ന 23 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നിക്കുന്ന, രക്തമുറയുന്ന മറ്റൊരധ്യായത്തിന്റെ തുടക്കം. ആ സംശയം മുന്നോട്ട് വെച്ചത് പോലീസ് തന്നെയായിരുന്നു. സ്വന്തം അമ്മയെ ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇതേ ആൾ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിട്ടില്ല എന്നതിൽ ഉറപ്പില്ല. ആ വീട്ടിൽ അടുത്തിടെയുണ്ടായ മറ്റൊരു മരണം, ആ മരണം കൊണ്ട് തനിക്കാകും ഗുണമുണ്ടാകുക എന്ന് ധരിച്ചിരുന്ന ആയുഷ് തന്നെയാണോ ആ മരണവും അണിയിച്ചൊരുക്കിയത്? എന്തായിരുന്നു അവിടെ മരിച്ച വിജയകുമാറിന്റെ രോഗം? ആ സംശയം ബന്ധുക്കൾക്കുമുണ്ടായിരുന്നു. പിതാവിന്റെ മരണത്തിലും ആയുഷിക്ക് പങ്കുണ്ടെന്നാരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. 2025 ഏപ്രിലാണ് ആയുഷിയുടെ പിതാവ് വിജയ് ശർമ്മ മരിച്ചത്. നീരജ് ശർമ്മയുടെ സഹോദരനും ആയുഷിയുടെ അമ്മാവനുമായ രാകേഷ് ശർമ്മയാണ് വിജയകുമാറിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പുതിയ പരാതി നൽകിയത്. രാജസ്ഥാൻ ഹൈക്കോടതിയിലെ കോർട്ട് മാസ്റ്ററായിരുന്ന വിജയ് ശർമ്മ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അസുഖബാധിതനായിരുന്നു. എന്നാൽ അസുഖം ഭേദമായി വരുന്നതിനിടെ വിജയ് ശർമ്മയ്ക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാതിരിക്കാൻ ആയുഷി ഇടപെട്ടെന്ന് രാകേഷ് ആരോപിക്കുന്നു. ആയുഷിയുടെ കാമുകനായ ബൽറാമിനൊപ്പം ചേർന്ന് വിജയെ ചികിത്സിക്കാനെന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്നും 3 മാസം വരെ എവിടേക്കാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് മറ്റു കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നും രാകേഷ് ശർമ്മ നൽകിയ പരാതിയിൽ പറയുന്നു. വിജയിയെ നിവിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് പിന്നീട് ഒരു ഘട്ടത്തിൽ ആയുഷി കുടുംബത്തെ അറിയിച്ചു. വിവരമറിഞ്ഞു ബന്ധുക്കൾ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. നിവിക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച വിജയ് കുമാർ ശർമ്മയുടെ ശരീരത്തിലെ 90% അവയവങ്ങളും അപ്പോഴേക്കും പ്രവർത്തനരഹിതമായി കഴിഞ്ഞിരുന്നു. കുറച്ചു ദിവസത്തിനു ശേഷം പിതാവിനെ ആയുഷി വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് വീട്ടിൽ വച്ചാണ് വിജയ് മരിച്ചത്. വിജയുടെ അന്ത്യകർമ്മങ്ങൾ ആയുഷിയും ബൽറാമും ചേർന്നാണ് നടത്തിയത്. പിന്നാലെ പിതാവിന്റെ സർക്കാർ ജോലി തനിക്ക് ലഭിക്കണമെന്നും കുടുംബസ്വത്ത് തന്റെ പേരിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് നീരജ് ശർമ്മയെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഫീഡിംഗ് ട്യൂബ് മാറ്റി പിതാവിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കൊല്ലാൻ എളുപ്പമാണ് എന്ന് ആയുഷി സ്വന്തം അമ്മയോട് പറഞ്ഞതായും രാകേഷ് ശർമ്മയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പിന്നാലെ വാട്സപ്പിൽ തനിക്കിന് 2 ദിവസം മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ നീരജ വാട്സപ്പിൽ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെയാണ് നീരജ കൊല്ലപ്പെട്ടത്. പരാതിയിൽ വിജയ് ശർമ്മയുടെ മരണത്തെക്കുറിച്ചും ജയ്പൂർ പോലീസ് പുതിയ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബസ്വത്തും അച്ഛന്റെ സർക്കാർ ജോലിയും തട്ടിയെടുക്കാൻ ആയുഷിയും ഒളിവിൽ കഴിയുന്ന ബന്ധു ബൽറാമും ചേർന്ന് നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ 2 മരണങ്ങളുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിജയ് കുമാർ ശർമ്മയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രാകേഷ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവസാന വർഷ LLB വിദ്യാർത്ഥിനിയായ ആയുഷിക്ക് നിയമപരമായ അറിവുണ്ടെന്നും അവൾ കാര്യങ്ങൾ അതീവ കൃത്യതയോടെ കണക്കുകൂട്ടുന്ന സ്വഭാവക്കാരിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആയുഷിയെ ചോദ്യം ചെയ്യുന്നതിന് മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ആയുഷി എന്ന പേരിന്റെ അർത്ഥം ആയുസ്സുള്ളവൾ എന്നാണ്. എന്നാൽ അവൾ സ്വന്തം മാതാപിതാക്കളുടെ ആയുസ് ഒടുക്കുന്ന കുറ്റവാളിയാവുകയാണ്. ആയുഷിയുടെ അച്ഛൻ വിജയ് ശർമ്മയുടെ മരണം ഒരു സാധാരണ വേർപാടായിരുന്നില്ല എന്നും അതിനു പിന്നിലും മകളുടെ നിശബ്ദമായ കൈകൾ ഉണ്ടായിരുന്നുവെന്നുമുള്ള സത്യം പുറത്തുവരുമ്പോൾ ഹൃദയം നടുങ്ങുകയാണ്. ചോരയുടെ മണമുള്ള ഈ ജയ്പൂർ ദുരന്തം മനുഷ്യബന്ധങ്ങളുടെ തകർച്ചയുടെ ഏറ്റവും ഭീകരമായ അധ്യായമായി അവശേഷിക്കും. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.